നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. COA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു. ആശ അൻവർ ഫ്ലാഗ് ഓഫ് ചെയ്തു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പെരിയ കേന്ദ്ര സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖാർ അഹമ്മദിനെ വീണ്ടും സസ്പെൻഡ് ചെയ്തു. പിന്നാലെ ആത്മഹത്യാ ഭീഷണി കുറിപ്പുമായി അധ്യാപകൻ. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് കാസർഗോഡ് പുലിക്കുന്ന് ഐവർ ഭഗവതി ക്ഷേത്രത്തിൽ ആലിത്തയ്യം അരങ്ങിലെത്തി. ദർശനം തേടിയെത്തിയത് ഇതര മതസ്ഥരുൾപ്പെടെ നിരവധി ഭക്തർ. തൃക്കരിപ്പൂർ ഉടുമ്പുന്തല കുറ്റിച്ചി നവജ്വാല സാംസ്കാരിക നിലയം കെട്ടിടോദ്ഘാടനം മാർച്ച് 2 നടക്കും. EP ജയരാജൻ ഉദ്ഘാടനം നിർവഹിക്കും. പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഠനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ഉമേഷ് ഗട്ടി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് 10 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വെള്ളം കെട്ടിനിൽക്കുന്നത് കർഷകർക്ക് ദുരിതമാകുന്നു. അധികൃതർ സ്ഥലം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു. NH അൻവറിന്റെ ഓർമ്മകൾ ഇരമ്പുന്ന മണ്ണായ പുലിക്കുന്നിലെ വസതിയിൽ ആശ അൻവർ ഫ്ലാഗ് ഓഫ് ചെയ്തു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രജീഷ് അച്ചാണ്ടി ലീഡറായ ജാഥ CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ഉയരുന്ന മേഘങ്ങളെ, വിരിയുന്ന വർണ്ണങ്ങളെ, പുതിയ കാലത്തിന്നു പൊരുതാൻ കിനാതരും പോയ കാലത്തിന്റെ താരങ്ങളെ. മാർച്ച് 2 മുതൽ 4 വരെ കോഴിക്കോട് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു. കേബിൾ TV സംരംഭക പ്രസ്ഥാനത്തിന്റെ വക്താവും മുൻനിര സാരഥിയുമായിരുന്ന NH അൻവറിന്റെ കാസർഗോഡ് പുലിക്കുന്നിലെ വസതിയിൽ നിന്നാണ് കൊടിമര ജാഥ ആരംഭിച്ചത്. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രജീഷ് അച്ചാണ്ടി ലീഡറായ ജാഥ CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു കൊടിമരം കൊണ്ടുപോകണമെന്ന് നിശ്ചയിച്ചപ്പോൾ അതെവിടെ നിന്ന് പോകണം എന്നതിൽ എടുത്ത തീരുമാനമാണ് ഏറ്റവും ഉചിതമായത്. അൻവറിൻ്റെ ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഈ കൊടിമരം കൊണ്ടുപോകണമെന്ന തീരുമാനമാണ് ആ സമ്മേളനത്തിൻ്റെ ഗാംഭീര്യവും മാറ്റവും കൂട്ടുന്നത്. വാർത്തകളും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്സും എല്ലാം എത്തിക്കുന്നത് വളരെയേറെ സാങ്കേതിക പരിജ്ഞാനം നേടി കാര്യങ്ങൾ നടപ്പിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു അൻവർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മറ്റെല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ ചില പ്രശ്നങ്ങൾ ഈ കേബിൾ TV രംഗത്ത് ജോലി ചെയ്യുന്ന നിങ്ങൾക്കും ആ ചില സാങ്കേതിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അതിനെല്ലാം ആവശ്യമായ പരിഹാരം അത് സമയത്ത് ഇടപെട്ട് ചെയ്യാൻ പറ്റാവുന്നതിന് പരമാവധി ചെയ്തു തരുമെന്നും നിങ്ങളുടെ സമ്മേളനം ഒരു വൻ വിജയമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് NH അൻവറിന്റെ പത്നി ആശ അൻവർ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. COയും അതിൻ്റെ ഓപ്പറേറ്റർമാരും അനുച്ചാൻ്റെ ഓർമ്മകളെ എത്രത്തോളം സന്തോഷത്തോടും സ്നേഹത്തോടും കാണുന്നത് ഞാൻ കാണാറുണ്ട്. അത്രയും സന്തോഷം തോന്നുന്നു. അവർ ഈ സ്നേഹം പ്രകടനം കാണിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. ഈ കൊടിമര ജാഥൻ്റെ ഇവിടെ കാസർഗോഡ് വെച്ച് തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ തന്നെ അത് ഇവിടെ വെച്ച് തുടങ്ങുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൽ തന്നെ മനസ്സിലാന്ന് നിങ്ങളെല്ലാം മനസ്സിലാന്ന് വെച്ചാൽ എത്ര വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന. ജാഥ ലീഡറായ പ്രജീഷ് അച്ചാണ്ടി സംസാരിച്ചു. ഈ സമ്മേളനം ഇന്ന് കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സമ്മേളന നഗരിയുടെ ഏറ്റവും അടുത്ത ജില്ലയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കൊടിമര ജാഥ ആരംഭിക്കാം. പക്ഷേ ഈ ചൂടിലും ഇത് കാസർഗോഡ് അൻവർക്കയുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് നമ്മുടെ സംഘാടക സമിതി തീരുമാനിക്കുകയായിരുന്നു. എല്ലാ സമ്മേളനത്തിലും നമുക്കറിയാം നമ്മുടെ എല്ലാ ഓപ്പറേറ്റർമാരും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അൻവർക്കയെ എത്രമാത്രം മനസ്സിലേറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്
ഏത് സമ്മേളനം ആരംഭിക്കുമ്പോഴും ആ സമ്മേളനത്തിൻ്റെ മുൻപിൽ ആ അൻവർക്കിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു പുഷ്പം അർപ്പിക്കാതെ നമ്മൾ സമ്മേളനം ആരംഭിക്കാറില്ല എന്നുള്ളത്. സിഒഎ ജില്ലാ പ്രസിഡന്റ് വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോഹിതാക്ഷൻ എം, ഷുക്കൂർ കോളിക്കര, സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി രജീഷ് എം.ആർ., CCN MD TV മോഹനൻ, പ്രദീപ് കുമാർ കെ.ഒ. പ്രശാന്ത്, വിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സിഒഎ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ സ്വാഗതവും മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി നന്ദിയും പറഞ്ഞു. ഉദുമ, കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, തൃക്കരിപ്പൂർ, താവം, കണ്ണൂർ, കൂത്തുപറമ്പ്, കുഞ്ഞിപ്പള്ളി എന്നിവിടങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം. കോഴിക്കോട് ബീച്ചിലാണ് സമാപനം. സ്വീകരണ കേന്ദ്രങ്ങളിൽ കേബിൾ TV ഓപ്പറേറ്റർമാർ ഇരുചക്ര വാഹനങ്ങളിലും മറ്റ് വാഹനങ്ങളിലുമായി കൊടിമര ജാഥയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖാർ അഹമ്മദിനെ യൂണിവേഴ്സിറ്റി വീണ്ടും സസ്പെൻഡ് ചെയ്തു. ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് നടപടിക്ക് പിന്നിലെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇതിന് പിന്നാലെ ആത്മഹത്യാ ഭീഷണി കുറിപ്പുമായി അധ്യാപകൻ രംഗത്തെത്തി. ലൈംഗിക ആരോപണ പരാതിയിൽ നേരത്തെ സസ്പെൻഷനിലായിരുന്ന ഇഫ്തിഖാർ അഹമ്മദിന്റെ സസ്പെൻഷൻ ഈ മാസം 23-നാണ് വൈസ് ചാൻസലർ പിൻവലിച്ചത്. ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ അന്വേഷണത്തിൽ വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് റിപ്പോർട്ട് കിട്ടിയ ശേഷമാണ് അധ്യാപകനെ തിരിച്ചെടുത്തത്. എന്നാൽ അധ്യാപകനെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ നടപടി പിൻവലിച്ച സർവകലാശാല വെട്ടിലായിരുന്നു. കഴിഞ്ഞ ദിവസം സർവകലാശാല രജിസ്ട്രാറുടെ വാഹനം ABVP പ്രവർത്തകർ വഴിയിൽ തടഞ്ഞിരുന്നു. SFI ആകട്ടെ VCയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുകയും കൊടിനാട്ടുകയും ചെയ്തിരുന്നു. NSUയും പ്രതിഷേധിച്ച് പ്രസ്താവന ഇറക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാകുന്നത് കണ്ടാണ് അധ്യാപകനെ സർവകലാശാല വീണ്ടും പുറത്താക്കിയിരിക്കുന്നത്. അധ്യാപകനെതിരെ ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം നൽകിയത്. സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ഹൊസ്ദുർഗ് താലൂക്കിൽ പ്രവേശിക്കരുതെന്ന ഹൈക്കോടതിയുടെ ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സസ്പെൻഷൻ നടപടിയെന്നാണ് വിഷയത്തിൽ അധികൃതർ നൽകുന്ന വിശദീകരണം. ഈ ജാമ്യ വ്യവസ്ഥ സർവകലാശാലയെ അധ്യാപകൻ അറിയിച്ചില്ലെന്നും വൈസ് ചാൻസലറുടെ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. നടപടിക്ക് പിന്നാലെ ആത്മഹത്യാ ഭീഷണി കുറിപ്പുമായി അധ്യാപകനായ ഇഫ്തിഖാർ അഹമ്മദ് രംഗത്തെത്തിയിട്ടുണ്ട്. SFIയെയും VC ഇൻചാർജിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആത്മഹത്യാ ഭീഷണി കുറിപ്പ് FBയിലാണ് അധ്യാപകൻ പങ്കുവച്ചത്. ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി കുറ്റവിമുക്തനാക്കിയിട്ടും വീണ്ടും സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് അധ്യാപകന്റെ വാദം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കോളേജ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വയനാട് മീനങ്ങാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടീം ജേതാക്കളായി. മലപ്പുറം പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടീമിനെ ടൈ ബ്രേക്കറിലാണ് മീനങ്ങാടി കീഴടക്കിയത്. കലാശപ്പോരിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2 വീതം ഗോളടിച്ചതിനാൽ മത്സരം ടൈ ബ്രേക്കറിലേക്ക് നീളുകയായിരുന്നു. ലൂസേഴ്സ് ഫൈനലിൽ കുറ്റിപ്പുറം KMCT കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് കോളേജിനെ തോൽപ്പിച്ചു. ചാമ്പ്യൻഷിപ്പിലെ മികച്ച കളിക്കാരനായി മീനങ്ങാടി GPTCയിലെ TV അഭിഷേകിനെയും മികച്ച ഗോൾ കീപ്പറായി പെരിന്തൽമണ്ണ GPTCയിലെ T സലീമിനെയും തിരഞ്ഞെടുത്തു. സമാപന ചടങ്ങിൽ ഇന്ത്യൻ ഇന്റർനാഷണൽ M സുരേഷ് സമ്മാനദാനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് സീനിയർ സൂപ്രണ്ട് NP സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KC സുഭാഷ്, രമേശൻ മുണ്ടവളപ്പിൽ, സന്തോഷ് ശങ്കർ, KP അഭിലാഷ്, P പ്രിയേഷ്, T മോഹനൻ, യുദു R ഗോവിന്ദ്, TP യുഗേഷ് എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ആതിഥേയത്വത്തിൽ നടന്ന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിലെ 16 പോളിടെക്നിക് കോളേജ് ടീമുകളാണ് പങ്കെടുത്തത്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് കാസർഗോഡ് പുലിക്കുന്ന് ഐവർ ഭഗവതി ക്ഷേത്രത്തിൽ ആലിത്തയ്യം അരങ്ങിലെത്തി. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യക്കോലമാണ് ആലിത്തയ്യം. മാപ്പിള തെയ്യങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു തെയ്യമാണ് ആലിത്തയ്യം. ആലിച്ചാമുണ്ടി എന്നും ഈ തെയ്യത്തിന് പേരുണ്ട്.
അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യക്കോലം പുലിക്കുന്ന ശ്രീ ഐവർ ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹമേകി. കുമ്പള ആരിക്കാടിയിലെ കുന്നിലേപ്പുര എന്ന ഭവനത്തിൽ താമസിക്കുവാനിടയായ ആലിമാപ്പിള ആ വീട്ടിലെ ഒരു യുവതിയെ വശത്താക്കുവാൻ ശ്രമിച്ചു. അത് സാധിക്കാതെ വന്നപ്പോൾ യുവതിയെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. ഇതിന് പരിഹാരമുണ്ടാക്കുവാൻ തറവാട്ടിലെ കാരണവർ കുടുംബത്തിൻ്റെ പരദേവതയായ രക്തചാമുണ്ടിയെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം കുളത്തിൽ കുളിക്കുവാനിറങ്ങിയ ആലിയുടെ മുന്നിൽ ഒരു സുന്ദരിയുടെ രൂപത്തിൽ രക്തചാമുണ്ടി പ്രത്യക്ഷപ്പെടുകയും ആലിയെ ആകർഷിക്കുകയും കൂടെ വന്ന ആലിയെ കൊല്ലുകയും ചെയ്തു. പരമാർത്ഥമാണ് മതിച്ചു വന്നിരിക്കുന്നതായ എൻ്റെ കാര്യക്കാരനെ മതത്തെ അടക്കിയിട്ട് ദൈവത്തിനുമായിട്ട് എന്നോട് ചേർത്തിട്ട് ആ ജഗർന്നമാരാധാരമായിട്ട് ഞാനും എൻ്റെ ചങ്ങാതിയും എൻ്റെ കാര്യക്കാരൻ നിലനിന്നിരിക്കുന്നത് വർഷമുണ്ട്. അന്ന് തൊട്ടുന്നേ ഇവരെ കണ്ടുപിടിച്ച നാടാണ് ഈ കതിരോട് നാട്. മരണാനന്തരം ആലി തെയ്യമായി മാറി. തുടർന്ന് ആരിക്കാടി ഐവർ ഭഗവതി സ്ഥാനത്ത് ആലിയെ കെട്ടിയാടിക്കുവാൻ തുടങ്ങി. സമാന ക്ഷേത്രമായ കാസർഗോഡ് പുലിക്കുന്ന് ഐവർ ഭഗവതി ക്ഷേത്രത്തിലും ആലിത്തയ്യം കെട്ടിയാടിക്കുന്നു. ആലിത്തയ്യത്തിൻ്റെ ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് ഇതര മതസ്ഥരുൾപ്പെടെയുള്ള ഭക്തരുടെ പ്രവാഹമായിരുന്നു. പുള്ളിക്കരിങ്കാളിയമ്മ, പുലിക്കണ്ടൻ തെയ്യം, മന്ത്രമൂർത്തി, വേട്ടയ്ക്കൊരു മകൻ, പുല്ലൂർണൻ തെയ്യം, പുല്ലൂരാളി, വിഷ്ണുമൂർത്തി തെയ്യം എന്നീ തെയ്യങ്ങളും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹമേകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പട്ല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വർഷത്തെ സ്കൂൾ തല പഠനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. മധൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഗട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ തലങ്ങളിലെ മികവുകൾ പാഠഭാഗങ്ങളുമായി കൂട്ടിയിണക്കിക്കൊണ്ട് അവയെല്ലാം വൈവിധ്യമാർന്ന പരിപാടികളായി പട്ല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പഠനോത്സവത്തിൻ്റെ വേദിയിലെത്തി. സ്കിറ്റുകൾ, നാടകം, പാവനാടകം, നൃത്തങ്ങൾ തുടങ്ങി ഒട്ടേറെ പരിപാടികൾ അരങ്ങേറി. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മധൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഗട്ടി നിർവഹിച്ചു. അവതരിക്കുന്ന സമയത്ത് ആ ടീച്ചർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ കുട്ടികൾ പഠിച്ചുകൊണ്ട് മധൂർ ഗ്രാമപഞ്ചായത്തിന് അഭിമാനമായ ഈ പഠന സ്കൂൾ നല്ല രീതിയിൽ വിദ്യാരംഗത്ത് നല്ല പ്രവർത്തന കാഴ്ചവെച്ച സ്കൂളാണ്. PTA പ്രസിഡന്റ് CM അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർ KP രഞ്ജിത്ത് മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ നസീറ മജീദ്, സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർ T പ്രകാശൻ, വികസന സമിതി ചെയർമാൻ ഷാഫി പാറ, PTA വൈസ് പ്രസിഡന്റ് അബ്ദുള്ള TA, സീനിയർ അസിസ്റ്റന്റ് അനിത MP, സ്റ്റാഫ് സെക്രട്ടറി U പ്രദീപ് കുമാർ, UP വിഭാഗം SRG കൺവീനർ KR ഷാനി, അധ്യാപകരായ ASN പ്രസാദ്, സുജിത്ത് സൈമൺ, റിഷാദ് SP, ബഷാർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക P ആശ സ്വാഗതവും LP വിഭാഗം SRG കൺവീനർ K സീനത്ത് നന്ദിയും പറഞ്ഞു. മഞ്ചേശ്വരം പഞ്ചായത്തിലെ 17-ാം വാർഡിൽ 10 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് കർഷകർക്ക് ദുരിതമാകുന്നു. സ്ഥലത്ത് കൃഷിവകുപ്പിൻ്റെയും മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. മഞ്ചേശ്വരം പഞ്ചായത്തിലെ 17-ാം വാർഡിൽ 10 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വെള്ളം കെട്ടിനിൽക്കുന്നതിനെ തുടർന്ന് കർഷകർ നേരിടുന്നത് കടുത്ത ദുരിതമാണ്. പാകമായ നെല്ല് കൊയ്യുന്ന സമയത്താണ് പെട്ടെന്നുണ്ടായ മഴയിൽ പാടത്ത് ഉറവ ഉണ്ടാവുകയും വെള്ളം ഇറങ്ങാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്തത്. വിവരമറിഞ്ഞ് സ്ഥലത്ത് കൃഷിവകുപ്പിൻ്റെയും മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. സമീപത്ത് കൂടി ഒഴുകുന്ന തോട്ടിൽ മണ്ണ് അടിഞ്ഞുകൂടി ഒഴുക്ക് തടസ്സപ്പെടുകയും വെള്ളം കെട്ടിനിൽക്കുകയും ചെയ്തതാണ് പാടത്ത് ഉറവ വരാൻ കാരണമെന്ന് കണ്ടെത്തി. ഈ നെൽകൃഷി ഇപ്പോൾ കൊയ്യാനുള്ള സമയമായി, ഇപ്പോൾ കൊയ്ഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് നിന്ന്. അപ്പോഴേക്കാണ് ഈ വെള്ളം മൊത്തം കയറി ഈ കണ്ടെത്തി പറമ്പിൽ പോയി നിൽക്കുന്നത്.
ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല, മൂടാനും കഴിയില്ല, നെല്ല് കിട്ടേയില്ല, കിട്ടിയാൽ തന്നെ നമുക്കൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള വലിയൊരു പ്രശ്നം ഇപ്പോൾ അവരനുഭവിക്കുകയാണ്. ഇത് മൂടാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് അവർ ഇത് ഇറങ്ങാൻ വേണ്ടി സമ്മതിക്കുന്നത്, വെള്ളമുണ്ട് ഇറങ്ങാൻ സമ്മതിക്കില്ല, ഇത് അവർ തയ്യാറാകുന്നില്ല. ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൻ്റെ ഏകദേശം ഒരു 10-20 കർഷകർ ഇനി അങ്ങോട്ടേക്ക് നെൽകൃഷി ചെയ്യുന്നില്ല എന്നുള്ള ധാരണയ്ക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ കൃഷിഭവൻ മുഖേന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും നമ്മളും ADCയും നാട്ടുകാരും എല്ലാവരും കൂടി ഇവിടെ വന്ന് ഇവർ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. നമുക്ക് അടിയന്തരമായി ഈ നിൽക്കുന്ന ഈ വയലും പ്രദേശങ്ങളുടെ വെള്ളത്തിന് അടിയന്തരമായി താഴേക്ക് ഇറക്കി വിടാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും കൂടി ഈ നെൽകൃഷി സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു സഹായത്തിന് വേണ്ടിയാണ് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. തോട്ടിലെ മണ്ണ് മാറ്റി പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ ഉടുമ്പുന്തല കുറ്റിച്ചി നവജ്വാല സാംസ്കാരിക നിലയം കെട്ടിടോദ്ഘാടനം മാർച്ച് 2 നടക്കും. വ്യവസായ വകുപ്പ് മുൻമന്ത്രിയും LDF സംസ്ഥാന കൺവീനറുമായ EP ജയരാജൻ ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 1 വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി E കുഞ്ഞിരാമൻ നിർവഹിക്കും. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി നേതാക്കൾ പ്രസംഗിക്കും. രാത്രി 8 മണിക്ക് പ്രദീപ് ജാക്കി ഓർക്കുളം നയിക്കുന്ന കരോക്കെ നൈറ്റ് ഗാനമേള നടക്കും. P ശശി, AV പ്രമോദ്, M കരുണാകരൻ, P മോഹനൻ, T മധു, P നാരായണൻ, M ഗോവിന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ മണ്ഡല ഭജന സങ്കീർത്തനോത്സവം സമാപിച്ചു. എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ മണ്ഡല ഭജന സങ്കീർത്തനോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാനില ശ്രീധാമിലെ ശ്രീ മോഹൻദാസ് പരമഹംസ സ്വാമിജി, ശ്രീ നിത്യാനന്ദ യോഗാശ്രമം കൊണ്ടേവൂർ സ്വാമിജി, ശ്രീ യോഗാനന്ദ സരസ്വതി എന്നിവർ ആശീർവചനം നൽകി. മധൂർ ക്ഷേത്ര നവീകരണ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ BS റാവു അധ്യക്ഷത വഹിച്ചു. മധൂർ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ശ്രീ ശ്രീകൃഷ്ണ ഉപാധ്യായ വിശിഷ്ടാതിഥിയായിരുന്നു. മഞ്ജുനാഥ കാമത്ത്, രാജേഷ് T, ഡോക്ടർ ധനഞ്ജയ ഭട്ട് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ശ്രീക്ഷേത്രത്തിൽ നടന്ന 48 ദിവസത്തെ മണ്ഡല സങ്കീർത്തനോത്സവത്തിൽ പങ്കെടുത്ത ടീമുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ബയോബിൻ വിതരണം ചെയ്തു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജിന് ബയോബിൻ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യ സംസ്കരണ ഉപാധിയായ ബയോബിന്നുകൾ സർക്കാർ സ്ഥാപനത്തിൽ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് പോലീസ് സ്റ്റേഷനിൽ ആദ്യ ബിൻ നൽകിയത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൊതുസ്ഥാപനങ്ങളിൽ ബയോബിൻ വിതരണം നടത്തിയത്. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി ബയോബിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ ഘടക സ്ഥാപനങ്ങൾ, സ്കൂള്, അംഗൻവാടി ഉൾപ്പെടെയുള്ള ഘടക സ്ഥാപനങ്ങളിൽ ഖരദ്രവ മാലിന്യ പരിപാലന സംവിധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതി പഞ്ചായത്ത് ഈ വർഷം നടപ്പിലാക്കിയാണ്. ഇതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ജൈവ മാലിന്യ ഉപാധി സ്ഥാപിച്ചുകൊണ്ട് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ VV സുലോചന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ് ബയോബിൻ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗങ്ങളായ രവീന്ദ്രൻ മാണിയാട്ട്, CV ചന്ദ്രമതി, V പ്രദീപൻ, V രേഷ്ന, VEO P റാഷിദ് എന്നിവർ സംസാരിച്ചു. പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ 17 സർക്കാർ സ്ഥാപനങ്ങളിലാണ് ബയോബിൻ നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ ഭാഗമായി കുട്ടികളിലെ ശാസ്ത്രബോധമുയർത്തുന്ന പ്രവർത്തനങ്ങൾ തൃക്കരിപ്പൂർ മുജമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ചു. VN എരിപുരം സൗഹൃദ അവാർഡ് ജേതാവും റിട്ടയർഡ് AEOയുമായ KV രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
സ്കൂളിലെ സയൻസ്, സോഷ്യൽ സയൻസ്, ഗണിതം തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിവിധതരം പ്രൊജക്റ്റുകൾ തയ്യാറാക്കി സംഘടിപ്പിച്ച എക്സ്പ്ലോറിയ പഠനോത്സവം ശ്രദ്ധേയമായി. 3 മുതൽ 9 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാണ് പ്രൊജക്റ്റുകളും പ്രദർശന ഇനങ്ങളും ഒരുക്കിയത്. ജലശുദ്ധീകരണ പദ്ധതികൾ മുതൽ ചന്ദ്രയാൻ 3ന്റെ മാതൃക വരെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് പ്രദർശനത്തിനെത്തിച്ചു. പഠനോത്സവത്തിന് അനുബന്ധമായി 1-2 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ പ്രത്യേകം തയ്യാറാക്കിയ ഫുഡ് വേറിട്ടതായി. പിസയും ചെന്ന മസാലയും കല്ലുമ്മക്കായ അടയും ഗുലാബ് ജാമും വിവിധതരം ചോക്ലേറ്റുകളും മൈസൂർ പാക്കും കേക്ക് പോപ്പും ഉന്നക്കായയും രക്ഷിതാക്കളുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് ഫുഡ് ഡേയിൽ എത്തിക്കുകയായിരുന്നു. അധ്യാപകരും സ്കൂൾ മാനേജ്മെൻറ്റും രക്ഷിതാക്കളും കുട്ടികൾക്ക് പിന്തുണ നൽകി. എക്സ്പ്ലോറിയ പഠനോത്സവം റിട്ടയേർഡ് AEO KV രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കടൽ വെള്ളത്തിന് എന്തുകൊണ്ട് നീലനിറം എന്ന ചോദ്യം സ്വന്തം മനസ്സിൽ ഉയരുകയും അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത ദിവസമാണ് 1928 ഫെബ്രുവരി 28. 1930 അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ നോബൽ സമ്മാനം ലഭിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ മുസ്തഫ ഇർഫാനി അധ്യക്ഷത വഹിച്ചു. മാനേജർ MA കുഞ്ഞഹമ്മദ്, PTA പ്രസിഡന്റ് മുസമ്മിൽ ഉദ്ദിനൂർ, അബ്ദുൽ നാസർ അമാനി, M ലത്തീഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലയുടെ വികസനം മുൻനിർത്തി കേരള കൗമുദിയുടെ ആഭിമുഖ്യത്തിൽ വിഷൻ 2030 അറ്റ് കാസർഗോഡ് എന്ന പേരിൽ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെടുന്നവരും പിന്നോക്കക്കാരുമായ ജനവിഭാഗത്തിനു വേണ്ടി പോരാടുന്ന പത്രമെന്ന നിലയിൽ അതിർത്തി ജില്ലയുടെ വികസനത്തിനായി കേരള കൗമുദി നടത്തിയ സംരംഭം അഭിനന്ദനാർഹമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ കാസർഗോഡ് ജില്ലയുടെ വികസനം മുൻനിർത്തി കേരള കൗമുദി സംഘടിപ്പിച്ച വിഷൻ 2030 അറ്റ് കാസർഗോഡ് സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. 113 വർഷങ്ങളുടെ വളരെ മഹിതമായ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പത്രപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ചരിത്രമുള്ള കേരള കൗമുദിയുടെ ആഭിമുഖ്യത്തിൽ വിഷൻ 2030 അറ്റ് കാസർഗോഡ് എന്ന പേര് നൽകിക്കൊണ്ട് കാസർഗോഡിന്റെ മുന്നോട്ടുപോക്കിന് സഹായകരമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ സെമിനാർ നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യമായി അറിയിച്ചു. യക്ഷഗാനങ്ങളുടെയും തെയ്യങ്ങളുടെയും നാടായ ഈ മണ്ണ് ഇനിയും മാറേണ്ടതുണ്ടെന്നും ദേശീയപാതയും തീരദേശ ഹൈവേയും മലയോര ഹൈവേയും കോവളം ബേക്കൽ ജലപാതയും യാഥാർത്ഥ്യമാക്കുന്നതോടെ ഈ നാട് ഇനിയും വളരുമെന്ന് ഉറപ്പാണെന്നും മന്ത്രി പറഞ്ഞു. കേരള കൗമുദി കണ്ണൂർ യൂണിറ്റ് ചീഫ് OC മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് റിപ്പോർട്ടർ ഉദനൂർ സുകുമാരൻ ആമുഖ ഭാഷണം നടത്തി. E ചന്ദ്രശേഖരൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, പ്രമുഖ വ്യവസായി മണികണ്ഠൻ മേലത്ത്, പടന്നക്കാട് കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ സജിത റാണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K സജിത് കുമാർ, കാസർഗോഡ് DTPC സെക്രട്ടറി ലിജോ ജോസഫ്, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രതിനിധി TV ബാലൻ മാണിയാട്ട് എന്നിവർ വിഷയം അവതരിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി PV സുരേഷ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, SNDP യൂണിയൻ സെക്രട്ടറി PV വേണുഗോപാലൻ, പ്രവാസി വ്യവസായി രഘുബി നാരായണൻ, MA ഖാദർ, ഗണേഷ് അരമങ്ങാനം എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും യുവ വ്യവസായ സംരംഭകരെയും ചടങ്ങിൽ ആദരിച്ചു. കാഞ്ഞങ്ങാട് ലേഖകൻ N ഗംഗാധരൻ സ്വാഗതവും അസിസ്റ്റന്റ് മാനേജർ CK കണ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാനം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തി. മാവുങ്കാൽ അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തി. പ്രശസ്ത വാസ്തുശില്പി വൈനിങ്ങാൽ പുരുഷോത്തമൻ വിശ്വകർമ്മൻ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു. തറവാട്ട് കാരണവർ ചന്ദ്രബാബു മേലെടുക്കം, തറവാട്ടംഗങ്ങളായ ഭാസ്കരൻ മേലെടുക്കം, രാജു പാണത്തൂർ, സുനിൽകുമാർ കല്യാൺ റോഡ്, അനിൽകുമാർ, പുനരുദ്ധാരണ സമിതി ചെയർമാൻ VV ലക്ഷ്മണൻ, വർക്കിംഗ് ചെയർമാൻ രമേശൻ പുതിയകണ്ടം, ഭരതൻ കണ്ടത്തിൽ, പ്രവാസി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ പുല്ലൂർ, ദാമോദരൻ നായമ്പാറ, മോഹൻദാസ് കാവുങ്കാൽ, മാതൃസമിതി രക്ഷാധികാരി നാരായണി, മാതൃസമിതി ജനറൽ സെക്രട്ടറി കൃപ ഭരതൻ, ഗജാൻജി സ്വപ്ന കുമാരൻ, നാരായണി കിഴക്കേ വെള്ളിക്കോത്ത് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു.
അജാനൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ സബീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദാമോദരൻ, എം ജി പുഷ്പ, CDS ചെയർപേഴ്സൺ രത്നകുമാരി, ലക്ഷ്മി തമ്പാൻ, വാർഡ് മെമ്പർമാരായ ഇബ്രാഹിം മാവിക്കൽ, രവീന്ദ്രൻ, അശോകൻ, ഷിബു മാസ്റ്റർ, ഹംസ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ മുഹമ്മദ് കുഞ്ഞി, ജില്ലാ ഫീൽഡ് കോർഡിനേറ്റർ ഷിജി ശേഖർ, പെരിയ CHC പാലിയേറ്റീവ് സ്റ്റാഫ് നഴ്സ് ബോബി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിയ CHC പാലിയേറ്റീവ് സ്റ്റാഫ് നഴ്സ് ബേബി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ സ്വാഗതവും അജാനൂർ പഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സ് സമീറ A നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാണിക്കോത്ത് കട്ടിയിൽ വളപ്പ് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിലിൽ നടക്കും. മഹോത്സവ ആവശ്യത്തിലേക്കായി കൃഷി ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. അടൂട്ട് മുത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽപ്പെടുന്ന മാണിക്കൂത്ത് കട്ടിയിൽ വിളപ്പ് തറവാട്ടിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഏപ്രിൽ 8, 9, 10, 11, 12 തീയതികളിലായി വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുകയാണ്. മഹോത്സവ ആവശ്യത്തിലേക്കായി കൃഷി ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് ക്ഷേത്ര ആചാരസ്ഥാനികരുടെ സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മഹോത്സവ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, E ചന്ദ്രശേഖരൻ MLA എന്നിവർ മുഖ്യാതിഥികളായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ, വൈസ് പ്രസിഡന്റ് കെ സബീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG പുഷ്പ, കൃഷി ഓഫീസർ സന്തോഷ് ചാലിൽ, ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ രാജൻ പെരിയ, അടൂട്ട് മുത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പ്രസിഡന്റ് കൊട്ടൻകുഞ്ഞി അടൂട്ട് മുത്തേടത്ത് കുതിര് പുതിയ സ്ഥാനം പ്രസിഡന്റ് രാഘവൻ പള്ളത്തിങ്കാൽ, മാണിക്കൂത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് A ബാലകൃഷ്ണൻ മാണിക്കൂത്ത് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ MN ഇസ്മായിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് C യൂസഫ് ഹാജി, പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ, അരയവളപ്പൽ കുഞ്ഞിക്കണ്ണൻ, M പൊക്ലൻ, A തമ്പാൻ, വേലായുധൻ കൊടവലം, N അരവിന്ദാക്ഷൻ നായർ, അബ്ദുറഹിമാൻ വൺഫോർ, V കമ്മാരൻ, അരവിന്ദൻ മാണിക്കൂത്ത്, നാരായണൻ മാസ്റ്റർ മുതിയക്കാൽ എന്നിവർ സംസാരിച്ചു. മഹോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ VVK ബാബു സ്വാഗതവും ട്രഷറർ MK നാരായണൻ നന്ദിയും പറഞ്ഞു. കൊയ്തെടുത്ത നെല്ല് കൂവമളക്കുന്നതിനും മഹോത്സവ നാളുകളിലെ അന്നദാനത്തിനുമായി ഉപയോഗിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. COA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു. ആശ അൻവർ ഫ്ളാഗ് ഓഫ് ചെയ്തു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പെരിയ കേന്ദ്ര സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖാർ അഹമ്മദിനെ വീണ്ടും സസ്പെൻഡ് ചെയ്തു. പിന്നാലെ ആത്മഹത്യാ ഭീഷണി കുറിപ്പുമായി അധ്യാപകൻ. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് കാസർഗോഡ് പുലിക്കുന്ന് ഐവർ ഭഗവതി ക്ഷേത്രത്തിൽ ആലിത്തയ്യം അരങ്ങിലെത്തി. ദർശനം തേടിയെത്തിയത് ഇതര മതസ്ഥരുൾപ്പെടെ നിരവധി ഭക്തർ. തൃക്കരിപ്പൂർ ഉടുമ്പുന്തല കുറ്റിച്ചി നവജ്വാല സാംസ്കാരിക നിലയം കെട്ടിടോദ്ഘാടനം മാർച്ച് 2 നടക്കും. EP ജയരാജൻ ഉദ്ഘാടനം നിർവഹിക്കും. പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഠനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ഉമേഷ് ഗട്ടി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് 10 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വെള്ളം കെട്ടിനിൽക്കുന്നത് കർഷകർക്ക് ദുരിതമാകുന്നു. അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.